ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള പാർട്ട് ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ. ഓക്കെ, എന്താണ് ഫ്യൂവൽ? നമ്മൾ ഫ്യൂവൽ എന്ന് പറഞ്ഞ ഇന്ധനം എന്താവാം? പെട്രോൾ ആവാം, ഡീസൽ ആവാം, മണ്ണെണ്ണ ആവാം, എല്ലാം ഇന്ധനങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രകൃതിക്ക് എന്താണ് പ്രകൃതിക്ക് എന്തായാലും വിനാശകരമാണ് ഈ സംഭവങ്ങളൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം അതിന് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ പൊതുവേ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി നമ്മുടെ അന്തരീക്ഷം ഒരു ഡാർക്ക് എനർജി വരും എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത് അല്ലേ? നമ്മൾ ഈ ഒരു പാഠം ഡാർക്ക് എനർജിയെ പറ്റിയല്ല, ക്ലീൻ എനർജിയെ പറ്റിയുള്ളതാണ്. ക്ലീൻ എനർജി മീൻസ് നമുക്ക് ആർക്കും ഉപദ്രവമില്ലാത്ത നമ്മുടെ സറൗണ്ടിങ്സിനും നമ്മളെ എന്താ പറയുക എൻവയോൺമെൻറ്റിലൊക്കെ നല്ല ഗുഡായിട്ടുള്ള സംഭവം ക്ലീൻ എനർജി. അതെങ്ങനെ, അതിനെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ, ഇന്ധനം, ഭാവിയിലേക്കുള്ള ഇന്ധനങ്ങൾ, അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, നമ്മൾ എന്തൊക്കെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യാം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ. ഇതിൽ നമുക്ക് ഇപ്പം നമുക്കറിയാം നമ്മുടെ വാഹനങ്ങളൊക്കെ വാഹനം ഓടുന്നത് അല്ലേ, വാഹനങ്ങളൊക്കെ അധികം യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. 2 വീലറൊക്കെ അധികം ആൾക്കാർ ഇപ്പോൾ എന്താ ഇലക്ട്രിക് വണ്ടി എന്ന് പറയല്ലേ മലയാളത്തിൽ. അപ്പോൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇറങ്ങിയ ഈ ഒരു കാലഘട്ടത്തിൽ പെട്രോൾ ആയാലോ ഇനിയിപ്പോൾ എന്താ ഡീസൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലും അത് ഉപയോഗിക്കുന്നുണ്ട് ഇല്ല എന്നല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ, അതായത് കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ അത് എത്രത്തോളം യൂസ്ഫുൾ ആവും. പിന്നെ എന്താ പറയുക, ഫാംസിലൊക്കെ നമ്മൾ പറയാം പണ്ട് ഫാംസിൽ കർഷക, അതായത് മീൻസ് ഈ പാഠത്തിന് ജസ്റ്റ് കണ്ടന്റ് പറയുന്നത് നമുക്ക് വായിക്കാം കേട്ടോ. നമ്മളെ കർഷകർ നമ്മുടെ കാർഷിക രീതിയിൽ എന്തായിട്ടുണ്ട്, ജനറേറ്റർ, കാറ്റുകൊണ്ട് കറങ്ങുന്ന ജനറേറ്റർ, വിൻഡ് കൊണ്ട് എനർജി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വിൻഡ് എനർജി യൂസ് ചെയ്തുകൊണ്ട് എത്രയോ ഫാമിലൊക്കെ ഒരു സംഭവം കാലുകൊണ്ട് ഇങ്ങനെ കറങ്ങുന്നത് കാറ്റുകൊണ്ട് ഇങ്ങനെ കറങ്ങിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വിൻഡ് എനർജി അല്ലേ, അത് വിൻഡ് എനർജി എന്തിലും ഉപയോഗിക്കുന്നുണ്ട്, മെക്കാനിക്കലിലേക്ക് ജനറേറ്റർ മെക്കാനിക്കലിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ഗ്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ വിൻഡാണ് കാറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന എനർജീസിന്റെ എക്സാമ്പിളാണ് മിസ് പറയുന്നത്. പിന്നെ വാട്ടർ പമ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വിൻഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണിത് ഇതിന് ഈ പാർട്ട് ഡിസ്കസ് ചെയ്യാൻ സോളാർ എനർജി, വിൻഡ് എനർജി, വാട്ടർ എനർജി, ഇതൊക്കെ പൊതുവേ ഭൂമിക്ക് പ്രശ്നങ്ങളില്ലാത്ത ക്ലീൻ എനർജി നേരത്തെ മിസ് പറഞ്ഞല്ലോ, ഭൂമിക്ക് പ്രശ്നങ്ങളില്ലാത്ത കുറച്ച് സംഭവങ്ങളാണ് സോളാർ എനർജി, വിൻഡ് എനർജി, വാട്ടർ എനർജി അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ദ വേൾഡ് ഈസ് ഓൺലി മിനിസ്ട്രി ഫോർ റിന്യൂവബിൾ എനർജി സോഴ്സസ് അല്ലേ. നമ്മളെ വേൾഡിൽ ഏറ്റവും കൂടുതൽ വിനാശകരമല്ലാത്ത എനർജി കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പല സംഭവങ്ങളും നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യ തന്നെയാണ്, 5ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് പറയല്ലേ. നമ്മുടെ വിൻഡ് എനർജി കൊണ്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ലോകത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ 5ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. വി ആർ ദ 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ വിൻഡ് എനർജി. കണ്ടോ മിസ് ഇവിടെ എഴുതിയ കണ്ടോ, വി ആർ ദ 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് എനർജി. ഓക്കെ, അപ്പോൾ വിൻഡ് കൊണ്ട് ഇലക്ട്രിസിറ്റി വരെ എന്ത് ചെയ്യാം നമുക്ക് ഉണ്ടാക്കാം. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, നിങ്ങൾ കേട്ടിട്ട് ചരിത്രത്തിലൊക്കെ നമ്മുടെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നത് എവിടെയാണ്, കാപ്പാട് കപ്പലിറങ്ങി. അപ്പോൾ പണ്ടൊക്കെ യൂറോപ്യൻസ് ഒക്കെ ഓരോ രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പായ്ക്കപ്പൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പായ്ക്കപ്പലിൻ്റെ പ്രത്യേകത എന്താ? പായ്ക്കപ്പലിൻ്റെ പ്രത്യേകത എന്തുവാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റ് കൊണ്ട് കറങ്ങുന്ന ഒരു സംഭവം വെക്കും. എന്തിനാ? അതിൻ്റെ എന്താണ് നല്ലൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കാറ്റ് കൊണ്ടാണ് അവർ ആ കപ്പൽ ഇങ്ങനെ നീങ്ങുക. കപ്പലിൻ്റെ ദിശ അല്ലെങ്കിൽ നീങ്ങുന്നത് എന്തുകൊണ്ടാണ്? വിൻഡ് കൊണ്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ വിൻഡ് കൊണ്ടുള്ള ഇലക്ട്രിസിറ്റി, വിൻഡ് കൊണ്ട് നമ്മൾ ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പാഠമാണ് നമ്മുടെ ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ അല്ലെ, ഇന്ധനം. നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഇന്ധനം നമുക്ക് മിസ് ഒന്ന് വായിക്കാം. ദ ബസ്വേർഡ് ടുഡേ ദ ക്ലീൻ എനർജി സംതിങ് ദാറ്റ് വി ക്യാൻ റീപ്പ് ഓഫ് ദ നേച്ചർ അല്ലേ. നമ്മളെ പ്രകൃതിയിൽ നിന്നും കൊയ്തെടുക്കുന്നത് തന്നെയാണ് നമ്മൾ ക്ലീൻ എനർജി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ? സോളാർ എനർജി, വിൻഡ് എനർജി, പിന്നെ വാട്ടർ എനർജി അല്ലേ, വെള്ളം കൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അതൊക്കെ എന്താണ് നമ്മുടെ ക്ലീൻ എനർജിക്ക് ഉദാഹരണമാണ്. As the sun led man to the sun and the wind of the field and water and even biogas, the good news of that we in India. നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലോ have reason to be proud. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളാണ് ക്ലീൻ എനർജി കൊണ്ട് വിൻഡ് കൊണ്ടും സോളാർ കൊണ്ടും വാട്ടർ കൊണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രാജ്യങ്ങളിൽ നമ്മളും മുൻപന്തിയിൽ തന്നെയാണ്, നമുക്കേറെ അഭിമാനിക്കാം.
And not only do we have the world's only ministry of renewable energy sources, we are also the world 5th largest producer of wind energy. നമ്മൾ 5ാമത്തെ രാഷ്ട്രമാണ് എന്തുണ്ടാക്കുന്നതിൽ, കാറ്റ് ഉപയോഗിച്ച് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ 5ാമത്തെ രാജ്യമാണ് നമ്മൾ. Wind energy is derived through the process. What is ഒരു ക്വസ്റ്റ്യൻ വരും, വാട്ട് ഈസ് ദ വിൻഡ് എനർജി അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിൻഡ് എനർജി. ആ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യണം. And the wind energy is derived through the process where wind is used to generate mechanical power or electricity. Wind turbines covering the energy in the while the mechanical power we can use the specific task, okay, such a grinding grain of pumping water. അല്ലേ, പണ്ട് നമ്മൾ ഗ്രൈൻഡിങ് ഗ്രെയിനും വാട്ടർ പമ്പ് ചെയ്യാനൊക്കെ എന്ത് ഉപയോഗിച്ചിരുന്നു, ഈ ഒരു എനർജി വിൻഡ് എനർജി ഉപയോഗിച്ചിരുന്നു. ജനറേറ്റർ കൺവേർട്സ് ദിസ് മെക്കാനിക്കൽ പവർ ഇൻ ടു ഇലക്ട്രിസിറ്റി. പിന്നീടാണ് ഇത് എന്തിലേക്ക് മാറിയത്, വിൻഡ് ഉപയോഗിച്ചിരുന്ന സംഭവത്തിലേക്കൊക്കെ പിന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ തുടങ്ങി. സിൻസ് ദ റെക്കോർഡ് ഓഫ് ഹിസ്റ്ററി വിൻഡ് പവർ ഹാസ് ബീൻ യൂസ്ഡ് ടു മൂവ് ഷിപ്പ്. നമുക്കറിയാം, നമ്മുടെ ഹിസ്റ്ററി റെക്കോർഡ് പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പവർ ഹാസ് ബി യൂസ്ഡ് ടു മൂവ് ഷിപ്പ് ആൻഡ് ഗ്രെയിൻ ആൻഡ് പമ്പ് വാട്ടർ. വാട്ടർ പമ്പ് ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും, ഗ്രൈൻഡറൊക്കെ അറിയില്ലേ, അതിനും. പിന്നെ എന്തിനുപയോഗിച്ചിട്ടുണ്ട്, പവർ ഹാസ് ബീൻ യൂസ്ഡ് ടു മൂവ് ദ ഷിപ്പ് മൂവ് ചെയ്യാനും. ദർ ഈസ് എ എവിഡൻസ് ദാറ്റ് ദ വിൻഡ് എനർജി വാസ് യൂസ്ഡ് ടു propel boats along the Nile as early in 5000 BC. നൈൽ നദിയിൽ ബോട്ട്. There is an evidence to wind energy was used to propel boats along to Nile. പണ്ട് നൈൽ നദിയിൽ ബോട്ട് വരെ എനർജി കൊണ്ട് പ്രവർത്തിപ്പിച്ചിരുന്നു എന്നതിന് തെളിവ് 5000 BC മുമ്പ് അങ്ങനത്തെ ഒരു സംഭവം നൈൽ നദിയിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സെഷനിലെ 2 യൂണിറ്റ് ബേസാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് സെഷനാണ് വാട്ട് ഹാസ് ബീൻ ദ ഹിസ്റ്ററി ഓഫ് മാൻ യൂസ് വിൻഡ് എനർജി. നമ്മൾ വിൻഡ് എനർജി ഉപയോഗിക്കുന്ന നമ്മുടെ ഹിസ്റ്ററി എന്തായിരുന്നു, ആൻഡ് വേർ ആൻഡ് ഹൗ ഈസ് വിൻഡ് എനർജി യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇത് ഉപയോഗപ്പെടുന്ന അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എന്തായിരുന്നു എന്നാണ് നെക്സ്റ്റ്. ഓക്കെ, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് മിസ് ജസ്റ്റ് ഇവിടെ എഴുതുന്നുണ്ട്. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്താ നോക്കാം. വിൻഡ് എനർജിൻ്റെതാണ്. അപ്പോൾ കാറ്റ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഓക്കെ wind energy, okay, advantage and disadvantage. Advantage and disadvantages of wind energy. Okay, നമുക്ക് 2 സെക്ഷൻ വൈസ് ആണ് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്യുന്നത്. എന്താ നമുക്ക് നോക്കാം, മിസ് വായിക്കാം. In the United States, millions of windmills were erected on the American West was developed during 19th century. 19th century അമേരിക്കയിൽ എത്രയോ വിൻഡ് മില്ല് അല്ലെ, കാറ്റ് കൊണ്ടുള്ള വിൻഡ് മിൽസ് ഉണ്ടായിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദം വെർ യൂസ്ഡ് ടു പമ്പ് വാട്ടർ ഫോർ ഫാംസ് ഇൻ റാഞ്ചസ്. അധികം അതിൽ വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ടാണ്. ദ 1910 വിൻഡ് ടർബൈൻ ജനറേറ്റേഴ്സ് വെർ പ്രൊഡക്റ്റിംഗ് ഇലക്ട്രിസിറ്റി ഇൻ മെനി യൂറോപ്യൻ കൺട്രി. പിന്നീട് അത് എന്തായി മാറി, ഇലക്ട്രിസിറ്റി കൊണ്ട് എന്താക്കി, പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന തരം ഇതിലേക്ക് മാറി. ആൻഡ് പല യൂറോപ്യൻ കൺട്രീസിലേക്കും. ആൻഡ് വൈൽ ടുഡേ വൺ അസോസിയേറ്റ്സ് വിൻഡ്മിൽ വിത്ത് ദ Netherlands, which then used to pumping the water, it is the Denmark that wind is effective source of energy. ഇപ്പോൾ ഡെൻമാർക്കിലും നെതർലാൻഡ് അങ്ങനെ യൂറോപ്യൻ രാഷ്ട്രത്തിൽ അത് ഇപ്പോൾ പറയുന്ന കണ്ടന്റ് ഇപ്പോൾ എന്താണ്, ഉള്ളടക്കം എന്താ പറയുന്നത്, നമ്മുടെ യൂറോപ്യൻ രാഷ്ട്രത്തിലൊക്കെ എഫക്റ്റീവ് സോഴ്സ് ഓഫ് എനർജിയുടെ സോഴ്സ് എഫക്റ്റീവ് ആണ് അല്ലേ. വിൻഡ് ഈസ് ദ മെയിൻ സബ്ജക്റ്റ് ഇൻ ദാറ്റ് മാറ്റർ അല്ലേ. കാറ്റാണ് എല്ലാത്തിനും മുഖ്യ ആധാരം. അതുകൊണ്ടാണ് അവർ സോഴ്സ് ഓഫ് എനർജി കൂട്ടുന്നത്. പല രാഷ്ട്രത്തിലും, യൂറോപ്യൻ രാഷ്ട്രത്തിലും വിൻഡ് എനർജിയാണ് ഇപ്പം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ക്ലോസ് ടു ഹോം നമ്മളതിലേക്ക് വരികയാണെങ്കിൽ, തമിഴ്നാട് വാസ് എമംഗ് ദ ഫസ്റ്റ് ഇന്ത്യ ടു ഗിവ് എ Philip to wind energy over 10 years ago and continues to be a leader. Nearly half of India's nearly 2000 million installed capacity from the wind energy to come Tamil Nadu. Wind turbines have been decorating our landscape near Madurai
മധുരൈ ടു ബിയോണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് വരിക, നമ്മൾ യൂറോപ്യൻ നെതർലാൻഡ്